തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ദൈവം തന്നതല്ലാതൊന്നും. ഇതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. ഒരുപാട് പേർ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ മൊബൈൽ ഫോണിൽ കോളർ ട്യൂണായി ഉപയോഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ ആരാണ് ഈ പാട്ട് പാടിയതെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഗായികയായ ചിത്ര അരുണാണ് ഈ ക്രിസ്തീയ ഭക്തിഗാനം പാടിയത്. ചിത്ര 3500ഓളം ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നണി ഗായികയും കൂടിയാണ്. ഗായികയായ ചിത്ര അരുണാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവരുടെ സംഗീത വിശേഷങ്ങളെക്കുറിച്ച് നമ്മളോട് ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നു. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ചിത്ര, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ അറിയാവുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സംഭാഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷന് ഒരുപാട് കുറച്ചുകൂടെ ഒന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ചിത്ര എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഒരു ഗായിക എന്നുള്ള രീതിയിലും ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും ഒക്കെ അറിയാം. അപ്പൊ ഈ ചിത്ര എന്ന് പറയുമ്പോൾ എല്ലാരും ചോദിക്കാറുണ്ട്, ചിത്ര KS ചിത്രയാണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ചിത്രയ്ക്കും അങ്ങനെ തോന്നാറുണ്ട് അല്ലെ? പല ആളുകളും ചോദിക്കുമ്പോ അങ്ങനെ കുറെ സ്ഥലത്ത് പറ്റിച്ചിട്ട് കേറിയിട്ടുണ്ട് ഞാൻ. കേറാന്ന് പറഞ്ഞാൽ ഞാൻ കേറിയതല്ല. ഇപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാന്ന് തോന്നുന്നു. നമ്മുടെ എന്താ പറയാ, പ്രഗത്ഭനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആലപ്പി രംഗനാഥൻ മാഷുടെ ഒരു റെക്കോർഡിങ്ങിന് ചെല്ലുമ്പോൾ അന്ന് കാലത്ത് തൊട്ട് അത് എനിക്ക് തോന്നുന്നു ഏതൊരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ് റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ അതിങ്ങനെ പല വെറൈറ്റികളായിരിക്കുമല്ലോ, കുറച്ച് മെയിൽ പാട്ട്, അങ്ങനെ പലരും മാറി മാറി പാടുമല്ലോ. അപ്പോൾ കാലത്ത് തൊട്ട് വർക്ക് നടക്കുന്നുണ്ട്. പല സിംഗേഴ്സും രാവിലെ പാടിക്കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ചിത്ര വരും എന്ന് മാഷ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയണത് രംഗമാഷാണല്ലോ. അപ്പോൾ KS ചിത്രയാണെന്ന് ഉറപ്പിച്ചിരിക്കുക. അറിയാനില് കുറേ ആൾക്കാർ, അവരൊരു വലിയ ടീമാണ് വന്നിരിക്കണേ. അപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ വന്നല്ലോ ചിത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്ലിങ്കസി അടിച്ച് നോക്കണ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ തോന്നിയിരുന്നു. ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുമ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം തന്നതെല്ലാം എന്ന് പറയുന്ന ഒരു ഡിവോഷണൽ ഗാനം, ഒരു ക്രിസ്തീയ ഭക്തി ഗാനം അല്ലേ? എനിക്ക് എൻ്റെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ വിളിക്കുമ്പോൾ ഈ ഒരു പാട്ട് അവരുടെ ഒരു കോളർ ട്യൂണായിട്ട് ഞാൻ കേൾക്കാറുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിവോഷണൽ സോങ് ആണിത്. അതോടുകൂടി പലർക്കും അറിയില്ല ഇത് ആരാണ് പാടിയത് എന്നറിയില്ല. അപ്പൊ ഈ ഒരു പാട്ട്, ഈ പാട്ടിന്റെ യൂട്യൂബ് കമന്റ്സും ഭയങ്കര രസമാണ്. ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ അതിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു പാട്ട് മനസ്സ് വെങ്ങുമ്പോൾ കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ടാണ്. ചില ആൾക്കാർ പറയുന്നത് ഈ പാട്ട് എപ്പോൾ കേട്ടാലും എന്തെന്നില്ലാത്തൊരു സമാധാനം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ പലരുടെ അനുഭവങ്ങൾ ഞാൻ യൂട്യൂബ് കമന്റ്സിൽ വായിച്ചു. ഈ ഒരു പാട്ടിലേക്ക് എത്തിയ കഥ ഒന്ന് ചിത്രയ്ക്ക് പറയാം. അത് ശരിക്കും എന്താ പറയുക, വലിയൊരു കഥ എന്നൊന്നും പറയാനുള്ള സംഭവമില്ല. കാരണം എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ അതായത് ഒറ്റയ്ക്ക് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ട് 3ാമത്തെ പാട്ടാണ് ശരിക്കും. എനിക്കന്ന് സ്റ്റുഡിയോ, ഞാൻ ഈ പറഞ്ഞ പോലെ യാദൃശ്ചികമായിട്ട് ഇങ്ങനൊരു ഫീൽഡിൽ വന്നുപെട്ട ആളാണ്. അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്സ് എന്താ ഒന്നും അറിയില്ല. ശരിക്കും ആ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു
ശരിക്കും സത്യം പറയുകയാണെങ്കിൽ അതിനൊരു നിഷ്കളങ്കത എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒന്നും അറിയില്ല. നമുക്ക് എങ്ങനെ ഭാവം കൊടുക്കണം എന്നറിയില്ല. ശരിക്കും ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്കൊന്നും അറിയില്ല അന്ന് എങ്ങനെ പാടണം, ഒരു പാട്ടിനെ നമ്മൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, ഒന്നും അറിയില്ല. അത് നമ്മളിപ്പോൾ ഗാനമേളയ്ക്ക് പാടണ ഒരു ശൈലിയല്ല റെക്കോർഡിങ്ങിന് പാടണത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര, ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കത കൊണ്ടാണ് തോന്നുന്നത് ഇത്രയും പേര് ഇന്നും ഇഷ്ടപ്പെടണം. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ വരി, ആ പല്ലവിയുടെ ഒരു വരികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവവിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ചിയാണ്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആ പാട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും രാജേഷ് അത്തിക്കയത്തിൻ്റെ വരികളാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു സംഗീതം, അതാണ് ജോജി ജോൺസ് ചെയ്തിരിക്കുന്നത്. ജോജി ചേട്ടൻ അത്രയും മനോഹരമായിട്ട്, അതായത് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അതാണ്. എല്ലാവർക്കും പാടാൻ പറ്റും. നമുക്കങ്ങനെ ഒരുപാട് സംഗീതം അറിയണം എന്നൊന്നുമില്ല. അങ്ങനെ അപ്പം എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി, അല്ലെങ്കിൽ ഈ പറയണ പോലെ ഒരു നിഷ്കളങ്കതയാണ് അതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നു. എനിക്ക് അറിയാവുന്നത് ചിത്രയെക്കുറിച്ച് 3500ഓളം ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ടാകും. അപ്പൊ അതിലെ എല്ലാ ജോൺറയിലും പെട്ട, അല്ലെങ്കിൽ എല്ലാ ഇതിലും പെട്ട പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഡിവോഷണൽ സോങ്സിൽ ഇത്രയും പാട്ടുകൾ പാടാൻ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമുണ്ടോ, അത് അവസരങ്ങൾ വരുന്നതിനനുസരിച്ച് അങ്ങ് പാടി പോകുന്നതാണ്? സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ല. അതിനാണ് കൂടുതൽ വിളിക്കണേ, അതുകൊണ്ട് അത് പോയി പാടണു, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ, ഞാനീ പറഞ്ഞ പോലെയാണ്, ഞാനൊരു പ്ലേബാക്ക് സിംഗറുമായിട്ടൊരു ഗാനമേള സിംഗർ പോലും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം കല്യാണത്തിൻ്റെ മുന്നേ ഗാനമേളയ്ക്കൊന്നും ആകെ പാടിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ അമ്പലത്തിൽ ശിവരാത്രിക്ക്. അവിടെ ഇങ്ങനെ പുറമേ നിന്നുള്ള ടീം വന്നിട്ട് നമ്മൾ പ്രോഗ്രാം നടത്തുമല്ലോ നാട്ടിലെ അമ്പലങ്ങളിൽ, അങ്ങനെ വന്നിട്ട് ഒരിക്കൽ എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വസീകരയാണ് അന്ന് സെലക്ട് ചെയ്തത്. കാരണം വലിയ ഹൈ റേഞ്ചുള്ള പാട്ടല്ല. അപ്പോൾ എനിക്ക് അന്നൊക്കെ ഒരു തോന്നലായിരുന്നു, എനിക്ക് നല്ല ഹൈ പിച്ചുള്ള പാട്ടുകൾ പാടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബേസ് ആയിട്ടുള്ള പാട്ടുകൾ, അത് അങ്ങനത്തെ പാട്ടുകൾ കുറവാണ് അന്ന്, എല്ലാം ഹൈ റേഞ്ചുള്ളത്. അപ്പോൾ അന്ന് സെലക്ട് ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതൊരു പ്രൊഫഷണൽ രീതിയിൽ എവിടെയും പോയി പാടിയിട്ടില്ല അങ്ങനെ. പിന്നെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിരുന്നു, അല്ലാതെ ഈ പറയണ പോലെ ഗാനമേള അല്ലെങ്കിൽ റെക്കോർഡിങ് സ്റ്റുഡിയോ ഒന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ എറണാകുളത്ത് വന്നു, കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് സെറ്റിൽഡായി. എന്താ പറയുക, നമ്മൾ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് എന്ന് പറയണ ഒരു സംഭവം അതവിടെ സംഭവിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ യാദൃശ്ചികമായിട്ട് ഇതിൽ വന്ന് പെട്ടതാണ്, ഞാനൊന്നും ചൂസ് ചെയ്തതല്ല. ഇങ്ങോട്ട് അവസരങ്ങൾ ഈ പറയണ പോലെ ആരുടെയൊക്കെയോ സഹായം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി തീർന്ന ഒരു പാട്ടുകാരിയാണ്. ഈ വസീകര എന്ന് പറയുന്നത് ബോംബെ ജയശ്രീയുടെ വസീകര തന്നെയല്ലേ? അതെ 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 അതെ. അതൊന്നൊരു 4 വരി ഒന്ന് പാടാൻ പറ്റും? തീർച്ചയായിട്ടും പാടാം. എനിക്ക് ഈ പറയണ പോലെ അന്ന് നമുക്ക് ബോധക്കുറവുകൊണ്ടായിരിക്കും കേട്ടോ, അത് ഭയങ്കര എളുപ്പമാണെന്നൊരു തോന്നലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് അവരത് എത്ര ഡെപ്തിലാണ് പാടിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. അന്ന് എന്താ വെച്ചാൽ ഹൈ റേഞ്ച് അല്ലാണ്ട് ലോ റേഞ്ചിലുള്ള പാട്ട്, പിച്ചിലുള്ള ലോ പിച്ച്, ആ പിച്ചിലുള്ള പാട്ടൊക്കെ എളുപ്പമാണ്, ഇതൊന്നുമില്ല പാടാനൊരു തോന്നലായിരുന്നു. പക്ഷെ ഇപ്പം അത് കൃത്യമായിട്ട് തിരിച്ചറിയാം, അതിനെക്കുറിച്ചുള്ളൊരു ബോധം ഇപ്പം ഉണ്ട്. അതുകൊണ്ട് പാടാൻ ശ്രമിക്കാം. വസീകര എൻ നെഞ്ചിനിക്ക് ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതും അതേ കണം എൻ കണ്ണുറങ്ങാ ഉൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും ഞാൻ நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் நானே நான். ഓക്കെ, ഹാരിസ് ജയരാജിന്റെ കമ്പോസിഷൻ ആണ്. അതെ 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 അതെ. നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും അവർ പാടിയ ആ ഒരു ഫീൽ എളുപ്പമല്ല. അവർ ശരിക്കും സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അവരുടെ ഒരു ഭാവം നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതല്ല, ഈ ഒരു പാട്ട് ഈ കർണാട്ടിക് ആക്ച്വലി പാടുന്ന ഒരാള് ബോംബെ ജയശ്രീ പോലുള്ള ഒരാളെ കൊണ്ട് പാടിപ്പിച്ചപ്പോ തന്നെ ഒരു അത്ഭുതമായിരുന്നു. അതെ അതെ അതെ. ഒരു പാട്ടൊക്കെ അന്നതൊരു പുതുമ തന്നെയായിരുന്നു ശരിക്കും. പുതുമയായിരുന്നു. അതെ അതെ ആ ഒരു വോയിസിന്റെ ഒരു
മൂവി സോങ്സ് പാടുമ്പോൾ ഒരു കർണാടിക് സാധാരണ സംഗീതജ്ഞർക്ക് ഉണ്ടാവുന്ന ചില ഒരു സ്വാധീനമുണ്ട്. പക്ഷെ അതൊന്നുമില്ല. അതെ, ശരിക്കും അത്ഭുതപ്പെടുത്തി. അത് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഴിവാണ് കേട്ടോ. ഒരു പാട്ട് ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ന ആള് പാടി ഇങ്ങനെ വരുന്ന നമുക്ക് കൃത്യമായൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരിക്കലും ഈ സാധനം സക്സസ് ആവില്ല. അപ്പൊ അത് അവരുടെ കഴിവ് തന്നെയാണ്. അത് അവരുടെ ഒരു എന്താ പറയാ, അത്രയും കൃത്യമായൊരു ജഡ്ജ്മെന്റ് തന്നെയാണ്. എനിക്ക് അതുപോലെ തന്നെയാണ് ഈ കല്യാണി മേനോനും ഇങ്ങനെയുള്ള ചില പാട്ടുകൾ പാടുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇപ്പൊ മലയാളത്തിലൊക്കെ അവർ പാടിയിട്ടുണ്ട്. കൽപ്പന ആ പാട്ടിൽ കല്യാണി മേനോൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരെ ഇപ്പൊ ഈ നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിലുള്ള ആൾക്കാർ പാടുമ്പോ ഭയങ്കര ഒരു വ്യത്യാസം തോന്നും അല്ലെ? ബോംബെ ജയശ്രീയും അങ്ങനെ തന്നെയല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതെ. അതിന് ഏറ്റവും പാടിയ എല്ലാ പാട്ടുകളും അതിനുള്ള തെളിവുകളാണ് സത്യത്തിൽ. ശരിക്കും അവര് കാരണം കർണാട്ടിക് പാടുമ്പോഴാണെങ്കിലും അതെ, അവരൊരു വേറൊരു ശൈലിയാണ്. നമുക്കതൊരു ശരിക്കും ഭയങ്കര ഭൃഗ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരു ഭാവമാണ് അവർക്ക്. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കേൾക്കുമ്പോൾ. അവർ വരികളുടെ അർത്ഥം അത്രയും എല്ലാവരും മനസ്സിലാക്കിയായിരിക്കും പാടണമെങ്കിലും കേൾക്കുന്നവനും കൂടി അത് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലാണ് അവരത് പാടി ഫലിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഇത് എന്താ പറയാ, എന്താണെന്നൂടെ ഞങ്ങളൊന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. അയ്യോ, എളുപ്പത്തിൽ പറയാം. സ്റ്റാർ സിംഗറിൽ നമ്മുടെ ശരത് സാറ് സംഗതി എന്ന് പറയുമല്ലോ, ആ സാധനം തന്നെയാണ് ഭൃഗ എന്ന് പറയണത്. അതും ഇതൊക്കെ കുറച്ചുകൂടി സംഗതി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ എങ്ങനെയാണ് ഒരു ചിത്രയുടെ ഒരു മ്യൂസിക്കൽ ജേർണി? അതായത് എങ്ങനെ ഇത് തുടങ്ങിയ? ഫാമിലിയിലുള്ള ആൾക്കാർ ആരെങ്കിലും പാടുന്നവരാണോ? ഈ മ്യൂസിക് എങ്ങനെ ഒരു പാഷനായിട്ട് ചെറിയൊരു പ്രായത്തിൽ തുടങ്ങിയത് എങ്ങനെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായിരിക്കും, സത്യം പറയുകയാണെങ്കിൽ. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഒരു നിർബന്ധം കൊണ്ട് മാത്രം പാട്ട് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. പിന്നെ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളുടെ മോള്, അവരായിരുന്നു എൻ്റെ ആദ്യത്തെ ഗുരു. ജ്യോതി എന്നാണ് പേര്. ജ്യോതി ചേച്ചി അന്നത്തെ കാലത്ത് ഗാനഭൂഷണം പാലക്കാട് ചെമ്പൈ കോളേജിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ജ്യോതി ചേച്ചി അവിടെ പാട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നാൽ ഇവളെയും പഠിപ്പിക്കുക, അങ്ങനെ പാടുമായിരിക്കും. അച്ഛന് നല്ല ഇൻബോണായിട്ട് കഴിവുണ്ട് അച്ഛന്, പക്ഷെ അച്ഛൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ മുത്തുമണി പളുങ്കുവെള്ളം എന്നുള്ള പാട്ടാണ് എപ്പോഴും അച്ഛൻ ഇങ്ങനെ തൊടിയിലൊക്കെ നല്ലോണം പണിയെടുക്കുന്ന ആളായിരുന്നു. ഈ പറഞ്ഞ പോലെ തെങ്ങിന് തടമെടുക്കുക, നനയ്ക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നും പാടി കേട്ടിരുന്നൊരു പാട്ടാണ് ഇത്. അതേപോലെ കഭി കഭി, അതൊക്കെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ വളരെ ശ്രുതിശുദ്ധമായിട്ടും താളബോധത്തോടെയും കൂടി തന്നെ അച്ഛൻ പാടിയിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ തീർച്ചയായിട്ടും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ച് 4-ാം വയസ്സിൽ വെറുതെ ജ്യോതിച്ചൊപ്പം മറ്റു കുട്ടികളുടെ ഒപ്പം കൊണ്ടേ ഇരുത്തി അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ പഠിച്ചിങ്ങനെ കുറച്ച് വന്നപ്പോൾ കുറേശ്ശെ പാടുന്നുണ്ട്. അപ്പോൾ അവർക്കൊരാഗ്രഹം എന്തായാലും ഇനിയിപ്പോൾ പിന്നെ പഠിക്കാനൊന്നും മിടുക്കത്തിയിരുന്നില്ല. ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ തന്നെ പറഞ്ഞിരുന്നത് ബെഞ്ച് പൊട്ടി അടുത്ത ക്ലാസ്സിലേക്ക് വന്നിരുന്നു, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും പഠിച്ചിട്ടൊന്നും നേരെയാവില്ല എന്നുള്ളതൊരു തീരുമാനമായി അപ്പോൾ തന്നെ. പക്ഷേ അച്ഛൻ്റെ ഒരു പാഷൻ കൊണ്ടായിരിക്കും വന്ന് തന്നെ BA ആണെങ്കിലും മ്യൂസിക്കിന് ചേർക്കാം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ കോളേജിൽ BA തന്നെ എടുത്തു, മ്യൂസിക് തന്നെ എടുത്തു. അതേപോലെ പിന്നെ BA കഴിഞ്ഞപ്പോൾ പിന്നെ MA ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ MA ചെയ്യാൻ തയ്യാറായി, അത്രേ ഉള്ളൂ. അതല്ലാതെ സത്യത്തിൽ അതൊരു പാഷനായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ യാദൃശ്ചികമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് അതിന് മൂല കാരണം എന്ന് പറയുന്നത് PR മുരളി എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസീഷ്യനാണ്. മാഷയുടെ അടുത്ത് വന്ന് പെട്ടിട്ടാണ് പ്രോഗ്രാമും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതും. ജാനകി അമ്മോട് നേരിട്ടല്ല ഫോണിൽ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നതും ഒക്കെ മാഷ് കാരണമാണ്. അപ്പോൾ മുരളി മാഷ് കല്യാണം കഴിഞ്ഞ് അരുൺ എന്നൊരാൾ കല്യാണം കഴിച്ച് എറണാകുളത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിലും PR മുരളി എന്നൊരാളെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാൻ ഇങ്ങനൊരു ഫീൽഡിലേക്കേ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ BA മ്യൂസിക്കും MA മ്യൂസിക്കും പഠിച്ചത് എവിടുന്നായിരുന്നു?
BA പഠിച്ചത് പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്ന്, MA ഇവിടെ RLV തൃപ്പൂണിത്തുറയിൽ നിന്ന്. ഈ എല്ലാ ഗായകരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ പാടുകയാണ് അല്ലേ? അതെ അതെ ഏതൊരു ഗായികയും അല്ലെങ്കിൽ ഗായകനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒരു അവസരം കിട്ടുക, സിനിമയിൽ പാടുക, ഒരുപാട് ആളുകൾ കേൾക്കുന്ന ഒരു വലിയൊരു മീഡിയ ആണല്ലോ എന്റർടൈൻമെന്റ് അതെ 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 സിനിമ. സിനിമയിൽ പ്ലേബാക്ക് സിംഗിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ചിത്രയുടെ ഒരു എത്ര സിനിമകളിൽ പാടിയിട്ടുണ്ട്? 13ഓളം സിനിമയായി ഇപ്പോൾ. ഏറ്റവും ആദ്യത്തെ ഹൗസ്ഫുൾ എന്ന് പറയുന്ന മൂവിയാണ്, ടിനി ടോമും ജ്യോതിർമയും ഒക്കെ ആയിട്ടുള്ളൊരു പടം. സത്യത്തിൽ അത് ചിത്രചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടിയതായിരുന്നു ആദ്യം. പിന്നെ എന്തോ കാരണവശാൽ അവർക്കത് പാടാൻ പറ്റാതെ വന്നിട്ട് എൻ്റെ വോയിസ് അപ്പോൾ എടുത്തപ്പോൾ അവർ നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ചിത്രചേച്ചി പാടാൻ ഫിക്സ് ചെയ്തുകൊണ്ട് അവരത് എന്തായാലും അവരെ കൊണ്ട് പാടിപ്പിക്കും എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അങ്ങനെ ചിത്രചേച്ചിക്ക് അത് പാടാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ എന്നെ കൊണ്ട് തന്നെ പാടിക്കാം എന്ന് ഫിക്സ് ചെയ്തിട്ടാണ് അതിൽ പാടണേ. ഇന്നും അത് ഈ പറഞ്ഞ പോലെ അന്ന് സിനിമയിൽ പാടുക എന്നുള്ളത് നടക്കാത്തൊരു സ്വപ്നം പോലെ തന്നെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ എല്ലാവരും പറയണ പോലെ സ്ക്രീനിൽ ആദ്യമായിട്ട് പേരെഴുതി കണ്ടപ്പോൾ അച്ഛനീ പറയണ, അന്ന് അച്ഛനുണ്ട് കൂടെ, അച്ഛനും അമ്മയും ഞാനും ഒക്കെ പോയിട്ടാണ് തിയേറ്ററിൽ ഇത് കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അളവിൽ കൂടുതൽ, അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. നമ്മളൊരു അച്ഛനും അമ്മയും നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുട്ടികളൊരു ആഗ്രഹിച്ചൊരു കാര്യം നടന്ന് കാണുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല, നടന്ന് കാണുമ്പോഴുള്ളൊരു സന്തോഷം അന്ന് കണ്ടതാണ്. അപ്പോൾ അത് എപ്പോഴും ഒരു നിമിത്തമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്ലേ ബാക്ക് ചിലർക്കൊക്കെ ഉണ്ടാവുമല്ലോ, അധികം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് നമ്മൾ വലുതാവുമ്പോൾ എന്താവണം എന്നുള്ളതിനെ കുറിച്ച്. ഒരുപാട് പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും പാഷനൊക്കെ ഉള്ളവർക്ക് കൃത്യമായിട്ട് അത് അറിയാം, ഇങ്ങനെ പോകണം. അങ്ങനെ ഒന്നും ഒരു ധാരണയിൽ വന്ന ഒരാളല്ല. പിന്നെ എത്ര 13 സിനിമകളിൽ പാടി. അപ്പൊ അതില് ഏറ്റവും ചിത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തോന്നിയ ഗാനം ഏതൊക്കെയാണ്? അങ്ങനെ ഒരു ഭയങ്കര ഹിറ്റ് എന്നൊന്നും പറയാനുള്ള ഒരു പാട്ടുമില്ല. പക്ഷേ റാണി പത്മിനി എന്നുള്ള പടത്തിൽ ഒരു മകരനിലാവായി എന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യർക്ക് വേണ്ടി ലിപ്പ് ചെയ്ത ഒരു പാട്ട്. ലിപ്പല്ല, അവർ അത് ആ വിഷ്വലിന് വേണ്ടി ചെയ്തതാണ്. തീർച്ചയായിട്ടും അതിന് ബിജി ചേട്ടനോട്, ബിജി ബാലനോട് തന്നെയാണ് നന്ദിയുള്ളത്. കാരണം അത്രയും മനോഹരമായൊരു ഗാനമാണത്. ചിലപ്പോൾ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ അതെങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ഒരു മകരനിലാവായി കേട്ടിട്ട്, ഇപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മകരനിലാവായി കണ്ടിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ചാനലിലല്ല വേറെ പലതിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര, ഞാൻ ആദ്യം പാടിയപ്പോൾ വിചാരിച്ചിരുന്നു ഇത് ആരും ശ്രദ്ധിക്കില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാട്ടായിരുന്നു അത്, പാടാൻ അത്ര ഈസി അല്ല. അപ്പോൾ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കുറച്ച് ആളുകളാണെങ്കിലും അത് അങ്ങനെ നോട്ടീസ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളത് ആ പാട്ടാണ്. ആ പാട്ടിന്റെ ഒരു 4 വരി നമുക്ക് കേൾക്കാം. പാടാം. ഒരു മകരനിലാവായി തളിരില തഴുകൂ, പെരുമഴ ചെവിയോർക്കും പുതുനിലമായി നിൽപ്പൂ ഞാൻ, ഒരു മകരനിലാവായി തളിരില തഴുകൂ. അത് മഞ്ജു വാര്യർ എനിക്ക് തോന്നുന്നു ഡൽഹിയിലേക്ക് വരുമ്പോ ഉള്ള പാട്ടല്ലേ അത്? അതെ, ഇത് കുത്തബ് മിനാർ. അതെ, ശരിക്കും ഭയങ്കര ഈ പറഞ്ഞ പോലെ കേട്ടോ. എനിക്ക് മഞ്ജു വാര്യരെയൊക്കെ ഭയങ്കര, ഞാൻ കുട്ടിയാവുമ്പോൾ എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് സല്ലാപമൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്നൊരു, കുറേ ഇങ്ങനെ ഈ അവിടുന്ന് ഇവിടുന്ന് കിട്ടണ ഫോട്ടോസൊക്കെ വെട്ടി അലമാരയിൽ മുഴുവൻ ഒട്ടിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവരിതുവരെ പരിചയപ്പെടാനും മിണ്ടാനും ഒന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ കുറേ പേര് പറയണ്ടായി അവരുടെ വോയിസിനും
അവരുടെ ഈ വോയിസും എൻ്റെ വോയിസും കൂടി ഭയങ്കരമായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ടെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിനോടൊപ്പം ഈ ചിത്ര വേദികളിൽ പാടാറുണ്ട്. അതായത് ഈ നമ്മള് പഴയൊരു ഗാനമേളയിൽ തുടങ്ങി ഈ പറയുന്ന പോലെ മ്യൂസിക്കൽ നൈറ്റ്സും ഒക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പാട്ടുകൾ പാടുക തന്നെയാണ് പല വേദികളിലും ചെയ്യുക അല്ലെ. അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂടെ പാടുകയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പാടുകയും അതിനോടൊപ്പം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചിത്ര സ്ഥിരമായിട്ട് പാടാറുള്ളത് ആരുടെയൊക്കെ കൂടെയാണ് അങ്ങനെയുള്ള വേദികൾ? സ്ഥിരമായിട്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറേ അധികം വേദികൾ ഈ പറഞ്ഞ പോലെ പി ജയേന്ദ്രൻ സാറിൻ്റെ ഒപ്പം ഉണ്ണിമേനോൻ, മധു ബാലകൃഷ്ണൻ, അവരുടെയൊക്കെ കൂടെയാണ് കൂടുതലായിട്ടും പാടിയിരിക്കുന്നത്. പിന്നെ ബിജു ചേട്ടൻ്റെ ഒപ്പം പാടിയിട്ടുണ്ട്, ബിജു നാരായണൻ്റെ ഒപ്പം പാടിയിട്ടുണ്ട്, സുദീപ് കുമാർ. സുദീപേട്ടനെ പറയുകയാണെങ്കിൽ എൻ്റെ തുടക്കകാലത്ത് ആദ്യത്തെ ഒരു പ്രോഗ്രാം കേട്ടിട്ട് കുറേ നല്ല ഷോസ് തന്ന ഒരു പ്ലേ ബാക്ക് സിംഗറാണ് സുദീപേട്ടനെ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതേപോലെ ഗണേഷ് സുന്ദരം, ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പാടിയ ഗണേഷ്. അങ്ങനെ ഒരു വലിയ നിര സീനിയർ സിംഗേഴ്സിൻ്റെ ഒപ്പം പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ അത്യാഗ്രഹമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്നതാണ് തീർച്ചയായിട്ടും ജയേന്ദ്രൻ സാറ്. ഈ പറയണ പോലെ എനിക്കിപ്പോൾ ജയേന്ദ്രൻ സാറെ പറയുമ്പോൾ വേറൊരാളായിട്ട് പറയാൻ അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ കുറിച്ച് തന്നെ അങ്ങനെ പുകഴ്ത്തി പറയില്ലല്ലോ എന്ന് പറയണ പോലെയാണ്. സാറ് ശരിക്കും എനിക്കൊരു അച്ഛൻ്റെ പോലെയാണ്. ശരിക്കും ഒരു ഭയങ്കരമായിട്ട് എന്നെ, ഞാൻ ചിത്രാരുൺ എന്ന് പറയുന്ന ഒരാൾക്ക് ആ ഒരു പോയിക്കൊണ്ടിരുന്നൊരു ലെവലിൽ നിന്ന് ഒരു 5 പടിയോ 10 പടിയോ മേലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പി ജയേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗായകനെ മാത്രമേ എനിക്കതിന് മാത്രം എന്ന് പറഞ്ഞാലും ശരിയാവുമെന്നറിയില്ല. എല്ലാവരും ഉണ്ട്, എങ്കിലും ജയേന്ദ്രൻ സാറിനെ കുറിച്ച് എനിക്കത് അങ്ങനെ എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല. ഉണ്ണിമേനോനും എല്ലാവരും അതെ കേട്ടോ, ഉണ്ണിയേട്ടനും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും പി ജയേന്ദ്രൻ സാറിന് ഒരു വാത്സല്യ കൂടുതൽ ഉണ്ട് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും അത്യാഗ്രഹമായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു കാര്യമാണ് ഒരു 2 വരി ദാസാറുടെ ഒപ്പം ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു 2 വരി പാടണം എന്നുള്ളതൊരു അത്യാഗ്രഹമായിട്ടുള്ള കാര്യമായിരുന്നു. അത് ഈ അടുത്താണ് ഭയങ്കര എന്താ പറയുക, ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്ന് പറയണ പോലെ ഒരു വരി പാടാൻ 1-2 വരി പാടാൻ ആഗ്രഹിച്ച എനിക്ക് 3 ഷോസ് ദാസാറോടൊപ്പം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പം ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയണ്ടേ എന്നുള്ളത് എനിക്കറിയില്ല. ഈശ്വരനോടാണോ അച്ഛനോടോ അമ്മയോടോ ആണോ? ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കണത് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പം ഞാൻ ആലോചിക്കുക അച്ഛൻ ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയണം. എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു കാര്യം ഇത്ര പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നടക്കുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഈ ദാസേട്ടന്റെയും ജയചന്ദ്രന്റെയും ഒക്കെ കൂടെ പാടി എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് അത് പാടിയിട്ടുള്ളത്? ജയേന്ദ്രൻ സാറിൻ്റെ ഒപ്പം കുറേ സ്ഥലത്ത് പാടിയിട്ടുണ്ട്. പുറത്തും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് പാടിയിട്ടുണ്ട്. ദാസാറുടെ ഒപ്പം ചെയ്തത് 3 ഷോസ്. ഒരെണ്ണം ഹൈദരാബാദിൽ, പിന്നെ ഒരെണ്ണം അയർലൻഡിൽ, പിന്നെ UK. ഓക്കെ, അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് എല്ലാവരും ചോദിക്കുന്നതാണ്. ചിത്രയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ചിത്രക്ക് ഇതൊക്കെ നമ്മൾ ഒരു സമയത്ത് റേഡിയോയിലും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ടേപ്പ് റെക്കോർഡറിലും പിന്നീട് CD-യിലും ഇപ്പൊ ഈ പറയുന്ന മ്യൂസിക് ആപ്ലിക്കേഷൻസിലും ഒക്കെ നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷെ അവരുടെയൊക്കെ കൂടെയുള്ള ഒരു അനുഭവം, ഇപ്പൊ ദാസേട്ടന്റെ കൂടെ പാടിയ ഒരു അനുഭവം. അതെ, ദാസാറുടെ കൂടെയുള്ള അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഭയങ്കര ഡെഡിക്കേഷനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഉണ്ട് എന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് അദ്ദേഹം. കാരണം സംഗീതത്തിന് വേണ്ടി പരിപൂർണമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ശരിക്കും. കാരണം ഇത്രയും ജൂനിയർ ആയിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒപ്പം പ്രാക്ടീസിന് വരുന്നു, നമുക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. പ്രാക്ടീസിന് വന്ന് ഓർക്കസ്ട്രക്കാർക്കാണെങ്കിലും കൂടെ പാടുന്നവർക്കാണെങ്കിലും അങ്ങനെയുള്ള തിരുത്തലുകളൊക്കെ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ടിപ്സ് അങ്ങനെ പറഞ്ഞു തന്നു, ഇത് ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു തന്നു എനിക്ക്. അതേപോലെ സൗണ്ട് ചെക്കിന് വരണു. ദാസാറിനൊന്നും അതിന് വരേണ്ട അസിസ്റ്റൻറ്റിനെയൊക്കെ വിട്ടാൽ മതി ശരിക്കും. ദാസാറിനൊന്നും വന്ന് ഓണപ്പൂവേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ഹൈദരാബാദ് ഷോയ്ക്ക് പോയിട്ട് സൗണ്ട് ചെക്കിന് സാറ് പാടുന്നത് ഓണപ്പൂവേണ്. ഓണപ്പൂവേ പൂവേ, അതിങ്ങനെ പാടി കേൾക്കുമ്പോൾ നമുക്ക്
എന്താ പറയുക, ശരിക്കും അത് വേറൊരു ആർട്ടിസ്റ്റ് ഞാനിങ്ങനെ വായ പൊളിച്ച് നോക്കി നിൽക്കണത് ഒരാൾ ഫോട്ടോ എടുത്ത് എനിക്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളങ്ങനെ വായ പൊളിച്ചു പോകുമെന്ന് പറയില്ലേ, ശരിക്കും അങ്ങനെ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞത്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ പറയണം. അത്രയും ഒരു, അതായത് ആ പവറ് ഓണപ്പൂവേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമ്മളിങ്ങനെ ടേപ്പ് റെക്കോർഡറിൻ്റെ നോബ് തിരിച്ച് വോളിയം കുറയ്ക്കണ പോലെയാണ് സാറുടെ തൊണ്ടേന്ന് ആ സാധനം ലൈവായിട്ട് വരണേ. ശരിക്കും ഞെട്ടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശരിക്കും വായ പൊളിച്ച് നോക്കിപ്പോയി, ഇത് എങ്ങനെ ഈ മനുഷ്യന് പറ്റണേ എന്ന് ശരിക്കും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് അന്ന് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ അയർലൻഡിലെ ഷോയ്ക്ക് പോയിട്ട് അന്നും സാറ് പ്രാക്ടീസിന് വന്നു, സൗണ്ട് ചെക്കിന് വന്നു. ഇതൊക്കെ ശരിക്കും എങ്ങനെ പറയാന്നറിയില്ല, അത് അത്രയും. പിന്നെ ഒരു എനർജി, ഇത്രയും വയസ്സായി, 80 വയസ്സായി ദാസാറ്. ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ 80 ആയിട്ടില്ല എന്നല്ലോ, പക്ഷെ 79 തന്നെയാണ്. അപ്പോൾ ഈ ഏറ്റവും അവസാനം ലണ്ടനിലുണ്ടായ പ്രോഗ്രാമിന് സാറ് എനിക്ക് തോന്നുന്നു 27 പാട്ടോട്ട് അന്ന് വിജയവിശ്വാസം ഉണ്ട്. പക്ഷേ ദാസാർ അന്ന് ഫുൾ എന്താ പറയുക, 27 പാട്ടും ദാസാർ തന്നെയാണ് പാടിയത്. ഭയങ്കര എനിക്കിപ്പോഴും എന്താ പറയുക, എങ്ങനെ അത് ഭയങ്കര ഒരു എനർജി എങ്ങനെ. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഓറ എന്നൊക്കെ പറയണത് കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ആ വാക്ക്. ശരിക്കും ദാസാർ അടുത്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലാണ്. ശരിക്കും എന്തോ ഒരു ദൈവികത ഉണ്ട്, അത് ആ സംഗീതത്തിൻ്റെ ഒരു പവറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ശരിക്കും നമുക്ക് എന്താ പറയുക, ബഹുമാനം കൂടിയിട്ട് മിണ്ടണ്ടേ എന്താ ചെയ്യണ്ടേ എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഈ ഓണപ്പൂവെ പാടിയപ്പോൾ അതൊന്ന് 4 വരിയും കൂടെ ആയാലും നമുക്കൊന്ന് കേൾക്കായിരുന്നു. ദൈവമേ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ചിത്ര ഏതൊക്കെ തരം, ഇപ്പൊ എല്ലാ വേദികളിലും പാടുന്നുണ്ട് അല്ലേ? അപ്പം ചിത്ര പാടുന്ന ഒരു പാട്ടുകളുടെ ഒരു എങ്ങനത്തെ തരം പാട്ടുകളാണ്, ആരുടെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ ഈ മ്യൂസിക്കൽ നൈറ്റ്സിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സദസ്സുകളിൽ വേദികളിൽ പാടാറ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ കൂടെ പാടിയിരിക്കുന്ന സിംഗേഴ്സ് എല്ലാവരും നമ്മുടെ സീനിയർ ആയിട്ടുള്ള സിംഗേഴ്സാണ് കൂടുതലും. ന്യൂജൻ സിംഗേഴ്സിൻ്റെ ഒപ്പം വളരെ കുറവേ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ, വളരെ കുറവേ, വിരളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും പഴയ പാട്ടുകൾ തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് പാടാനും ഇഷ്ടവും എനിക്ക് എളുപ്പവും തോന്നിയിരിക്കുന്നത് അതുതന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയാണ് എനിക്ക് ഇഷ്ടം. ജാനകിയമ്മ, സുശീലമ്മ, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, എല്ലാവരുടെയും പാട്ടുകൾ. ഓക്കെ. അപ്പൊ ഈ വേദിയില് എല്ലാ വേദികളിലും ചിത്ര പാടുന്ന ഒരു പാട്ട് കോമൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാട്ട് ഏതായിരിക്കും? എല്ലാ വേദികളിലും കോമൺ ആയിട്ട് പാടുന്നത് ഉണ്ടാവില്ല, കാരണം അത് മാറിക്കൊണ്ടിരിക്കും ലിസ്റ്റ് മിക്കവാറും. എന്നാലും കൂടുതലായിട്ട് ഞാൻ പ്രോഗ്രാമിന് ഞാൻ പാടിയിട്ടുള്ളത് കുറേ പാട്ടുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം എൻ്റെ ഒരു ഇഷ്ടം കൂടി നോക്കി പറയാനേ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ശരദിന്ദു മലർദ്വീപ്. ജയേന്ദ്രൻ സാറുടെ ഒപ്പം ഒരുപാട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള പാട്ട്. എത്ര പ്രാവശ്യം സാറുടെ ഒപ്പം പാടിയാലും പിന്നെയും ആക്രാന്തമുള്ളൊരു പാട്ടാണ് ശരിക്കും സാറുടെ ഒപ്പം പാടണം. അതും കല്ലായി കടവത്തെ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താണെന്നറിയില്ല, സാറുടെ കൂടെ പാടുമ്പോൾ ഉള്ളൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ആ സെൽമ ജോർജിൻ്റെ അവരുടെ വരികൾ പാടി കഴിഞ്ഞിട്ട് പിന്നെ സാറങ്ങോട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയാന്നറിയില്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാവും. പാടേണ്ടിയിരുന്നില്ല ഞാൻ എന്ന് തോന്നിപ്പോവും അത് കേൾക്കുമ്പോൾ. പക്ഷെ അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ലൈവായിട്ട് ചെയ്യുമ്പോൾ. സാർ ഈ പ്രായത്തിലും ഈ ദാസാറുടെ കഥ പറഞ്ഞ പോലെ കേട്ടോ, ജയേന്ദ്രൻ സാറുടെ കാര്യം പറയുമ്പോൾ സാറ് നേരെ തിരിച്ചാണ്. ശരിക്കും ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസ് വേണ്ട ഒരാളല്ല എന്നല്ല, മൂപ്പര് അങ്ങനെയാണ്, മൂപ്പരുടെ ഒരു ശൈലി അതാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെയും സ്റ്റേജിൽ വന്ന് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കോരിത്തരിച്ചു പോകുമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും രണ്ട് ശൈലിയിലുള്ള ആളുകളാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഭാഗ്യം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ, അവരുടെയൊക്കെ ഒപ്പം ഇത്രയും ഇങ്ങനെ സാധിക്കുന്നത്. നമുക്ക് പാട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. ശരദിന്ദു
ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി ഇതുവരെ കാണാത്ത കടവിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കരയിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. എം പി ശ്രീനിവാസ്, അതെ, സത്യം വളരെ എങ്ങനെ പറയാം, ഭയങ്കര വല്ലാത്തൊരു കോമ്പോസിഷനാണ്. ഞാൻ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ കെ ജി ജോർജിന്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാവരുടെയും നമ്മുടെ ഒരു വലിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ, പുസ്തകങ്ങൾ, യാത്രകൾ, ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന പുതിയൊരു കാര്യമില്ല. പക്ഷെ ഞാൻ ഈ കെ ജി ജോർജിന്റെ സിനിമകളൊക്കെ പണ്ട് കണ്ട സിനിമകളൊക്കെ ഈ അടുത്തിടയിൽ വീണ്ടും കണ്ടു. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ജോജി എന്ന് പറയുന്ന ഒരു മൂവി വന്നപ്പോഴാണ് ഇരകൾ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് അതിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സിനിമ വീണ്ടും ഒന്ന് കണ്ടു. ഉൾക്കടല് കണ്ടു. ഉൾക്കടല് ശരിക്കും പറഞ്ഞ ആ ഒരു സമയത്ത് ഒരു ഭയങ്കര ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. കോളിളക്കം സൃഷ്ടിച്ച് എന്നൊക്കെ പറയാം. അപ്പം ഈ പാട്ടുകളൊക്കെ ഈ പറയുന്ന പോലെ അന്നത്തെ ഒരു പാട്ടുകളിലേക്കൊക്കെ തിരിച്ചു പോകാനും ഈ ലോക്ക്ഡൌൺ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു കാര്യം കൂടെ ഇപ്പൊ ഓർത്തതാണല്ലേ. ഈ അതുപോലെ തന്നെ ഇപ്പൊ ലതാ മങ്കേഷ്കർ അല്ലെങ്കിൽ നമ്മളിപ്പോ ചിത്ര ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പാട്ടുകൾ പാടേണ്ടി വരുമല്ലോ. ലതാജിയുടെ പാട്ടുകൾ ഏതെങ്കിലും വേദികളിൽ പാടുന്ന ഒരു പാട്ടുകളെ കുറിച്ച് നമ്മൾ ശരിക്കും ഹിന്ദി പ്രോഗ്രാംസ് മലയാളത്തിൻ്റെ അത്ര അധികം ഉണ്ടാവാറില്ല. ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഹിന്ദി പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് കൊച്ചിൻ ആസാദ്. കൊച്ചിൻ ആസാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും റഫി സാബിൻ്റെ പാട്ടുകൾ അത്രയും മനോഹരമായിട്ട് പാടിയിരുന്ന ഒരു ഗായകനാണ്. ഒരു മലയാളിയാണ്, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പാട്ട് പാടണ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ റഫി സാബാണോ പാടണേ ആസാദൊക്കെയാണോ പാടണേ എന്ന് വരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അത്രയും മനോഹരമായിട്ട് റഫി സാബിൻ്റെ പാട്ടുകൾ പാടിയിരുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ആസാദക്കയുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. കുറേ കല്യാണ പരിപാടികൾ, അങ്ങനെ എൻ്റെ തുടക്കകാലത്തൊക്കെ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഏറ്റവും എന്താ പറയുക സാധാരണ പരിപാടികൾ. പക്ഷേ അന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഇഷ്ടം എന്ന് പറയണത് തീർച്ചയായിട്ടും ആസാദക്കയുടെ ഒപ്പം നിന്ന് പാടാൻ പറ്റണം. അപ്പോൾ ജയേന്ദ്രൻ സാറുടെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും ആസാദക്കയുടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും എനിക്ക് റഫി സാബിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒരു നിമിഷമെങ്കിലും ഞാൻ ആസാദക്കയുടെ ഫേസ് നമ്മുടെ മനസ്സിൽ വരാതിരിക്കില്ല. അത്രയും സാമ്യമാണ് ആസാദക്ക പാടുന്നത്. അപ്പോൾ ആസാദക്കയുടെ പ്രോഗ്രാമിനാണ് കൂടുതലായിട്ട് ഞാൻ ഹിന്ദി പാട്ടുകൾ പാടിയിരുന്നത്. പിന്നെ അല്ലാതെ വളരെ പി ജയേന്ദ്രൻ സാർ ഈ പറഞ്ഞ പോലെ മദൻ മോഹൻ അവരുടെയൊക്കെ ഭയങ്കര, മദൻ മോഹൻ എന്നില്ല, എല്ലാ ഈ പറയണ പോലെ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കണ ഗായകൻ അദ്ദേഹമായിരിക്കും എന്നാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. മറ്റ് ഗായകരുടെ പാട്ടുകൾ ഇത്രയധികം കേൾക്കണ, പഠിക്കണ, ഇപ്പോഴും ഷോസിന് പുതിയ റഫി സാബിൻ്റെ പാട്ടുകൾ പഠിച്ച് സാറ് പാടി കേൾക്കാറുണ്ട്. അപ്പോൾ സാറുടെ പ്രോഗ്രാമിന് ഈ പറഞ്ഞ പോലെ ഹിന്ദി പാട്ടുകൾ പാടാറുണ്ട്. അപ്പോൾ ലതാജിയുടെയും ആശാജിയുടെയും എല്ലാം പാടേണ്ടി വരാറുണ്ട്. കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് തൂ ജഹാ ജഹാ ചലേഗ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് 4 വരി പാടാം. തൂ ജഹാ ജഹാ ചലേഗാ മേരാ സായാ साथ होगा, तू जहाँ जहाँ चलेगा मेरा साया साथ होगा, मेरा साया
साया. ഇതിനിടയ്ക്ക് ചിത്ര സംഗീത സംവിധാനവും ചെയ്തു അല്ലേ? അതെ, അങ്ങനെ ഒരു അക്രമം കാണിച്ചു. അതെങ്ങനെയാണ്? അത് ചേട്ടനെ വെച്ച് പാടിപ്പിക്കാൻ പറ്റി അല്ലേ? അതൊരു അഹങ്കാരാണ്. എനിക്കെന്നെ തോന്നാറുണ്ട്. അതെങ്ങനെയാണ് ശരിക്കും നമ്മളൊരു മ്യൂസിഷ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് സംഗീത സംവിധാനമൊക്കെ ആലോചിക്കുമ്പോൾ സ്ത്രീകൾക്ക് കടന്നു വരാൻ വളരെ എനിക്ക് തോന്നുന്നില്ല ഒരു ഉഷ ഖന്നയോ അല്ലെങ്കിൽ ഇപ്പം പുതിയ തലമുറയിൽപ്പെട്ട സയനോര ഇവരൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള മ്യൂസിഷ്യൻസ് അല്ലേ? അതെ, അതെ, അതെ. എങ്ങനെയാണ് ഇതിലേക്ക് ഒരു പെട്ടെന്നൊരു എൻട്രി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഈ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഡോക്ടർ ലിജോന്റെ പേര് പറഞ്ഞേ മതിയാവും. കാരണം അദ്ദേഹത്തിൻ്റെ അവൾ എന്നുള്ള കവിത എനിക്ക് ഇതിനു മുന്നേ എം ജയചന്ദ്രൻ സാറിൻ്റെ ഒരു ആൽബം ഇദ്ദേഹം തന്നെ ഡോക്ടർ ലിജോ തന്നെ വരികൾ എഴുതിയ ഒരു പാട്ടിൽ എനിക്ക് കുറച്ച് പാടാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഈ കവിത എനിക്ക് തരണേ. അപ്പോൾ ആ കവിത ഒരു ട്യൂണിൽ എന്തെങ്കിലും ഒരു ട്യൂണിലൊന്ന് പാടിക്കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിയണ കാര്യമല്ല അത്, ചെയ്തിട്ടില്ല ഇതുവരെ, എനിക്ക് പറ്റൂല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഒക്കെ അവരുടെ ഒരു നിർബന്ധം കൊണ്ട് ഇനി തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെയ്തതാണ് സത്യത്തിൽ. പിന്നെ അതൊരു കവിത ആയതുകൊണ്ട് ആ ഒരു ശൈലിയിൽ മതി. ഒരുപാട് മ്യൂസിക്കൽ വാല്യൂ അങ്ങനെ കുറേ മ്യൂസിക്കലി ചെയ്യണം എന്ന് തോന്നിയില്ല. കവിത ആയതുകൊണ്ട് വരികൾക്കുള്ള പ്രാധാന്യമാണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് എന്തോ അങ്ങനെ ഒരു ട്യൂണ് വന്നു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു കൊല്ലമൊക്കെ വെച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജയേന്ദ്രൻ സാറും ഞാനും ഒക്കെ ആയിട്ടുള്ള അടുപ്പം മൂപ്പർക്ക് മനസ്സിലായപ്പോൾ നമുക്കിന്നത് ജയേന്ദ്രൻ സാറെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇതൊക്കെ ഇങ്ങനെ സാറെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല, സാറ് പാടുമോ എന്നറിയില്ല. അപ്പോൾ പറഞ്ഞു, ഒന്ന് ചോദിച്ചു നോക്കൂ, ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ എത്രയോ ആളുകളുടെ പാടുന്നു, പിന്നെന്താ നിനക്ക് പാടി തന്നാൽ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പിന്നെ ഒരു ഇതായി. പിന്നെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ അത് കേട്ടിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വേറെ വർക്കുകളൊക്കെ ഇങ്ങനെ വന്ന് 4 വർക്ക് ടോട്ടൽ ഇറങ്ങി. അതെ. ഈ ചിത്ര ഇപ്പോൾ ഒരു ഗായികയാണ്, പക്ഷെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ എല്ലാവരുടെയും കേൾക്കുമെന്ന് എനിക്കറിയാം. എല്ലാ സംഗീതജ്ഞരും നമുക്കൊരു ആയുസ് മുഴുവൻ കേൾക്കാൻ പറ്റാത്ത അത്രത്തോളം മ്യൂസിക് അല്ലേ? അതെ, അതെ, ചിത്ര അതെ. കേൾക്കാൻ കൂടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയായിരിക്കും? എനിക്ക് പേഴ്സണലി ബാബുരാജിൻ്റെ പാട്ടുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, ബാബുക്കയുടെ പാട്ടുകൾ നമുക്ക് ഏത് മൂഡിലും കേൾക്കാം എന്നുള്ളതാണ്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് വികാരമാണെങ്കിലും ആ പാട്ടുകൾ ഇണങ്ങി പോവും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു, അതേപോലെ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളും അതെ. പക്ഷെ ബാബുക്കയുടെ ഏത് പാട്ടാണെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മളിൽ ഇണങ്ങി പോവാന്നോ എന്താ അതിന് പറയേണ്ടത്, ബ്ലെൻഡായി പോവാന്നൊക്കെ നമ്മൾ പറയണ പോലെ ഏത് വികാരമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്ത് വികാരമാണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് എല്ലാ പാട്ടുകളും എല്ലാ മൂഡിലും ഇരുന്ന് കേൾക്കാൻ സാധിക്കില്ല. പക്ഷെ ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാബുക്കയുടെ പാട്ടുകളിൽ ചിത്ര പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് താനെ തിരിഞ്ഞു മറിഞ്ഞായിരിക്കും. പക്ഷെ അതേപോലെ ഇഷ്ടമുള്ള പാട്ടാണ് അവിടുന്ന് എൻ ഗാനം കേൾക്കാൻ എന്നുള്ളത്. ഭയങ്കര ഇഷ്ടം. അത് ജാനകിയമ്മ പാടിയിരിക്കുന്ന ഒരു ശൈലി എന്താ പറയുക, ഭയങ്കരതാണ്. ആ 4 വരി, ആദ്യത്തെ 4 വരി അവർ പാടിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുത്ത് പാടാൻ വേറെ ഒരു സിംഗർക്കും സാധിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര അന്ന് ഇപ്പം ശരിക്കും ഇന്നത്തെ കാലത്ത് ഞാൻ ഏറ്റവും വിഷമിക്കുന്ന ഒരു കാര്യം ഹസ്കി ആയിട്ട് പാടാൻ പറയണത്. എൻ്റെ ഒരു കുറച്ച് ഓപ്പൺ ത്രോട്ടായിട്ടുള്ള സിംഗിങ് സ്റ്റൈലാണ്. അപ്പോൾ ഈ ഹസ്കി ആയിട്ട് പാടാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ജാനകിയമ്മ അന്നത്തെ കാലത്ത്, അന്ന് ഈ ഹസ്കി എന്ന് പറയുന്നൊരു സംഭവം ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ജാനകിയമ്മ അത് നായിക കഥാപാത്രത്തിന്റെ വോയിസിനോട് അങ്ങനെ ഒരു സാമ്യം വരണമെന്നൊക്കെ നിർബന്ധം പിടിച്ചപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ ഹസ്കി ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഗാനം കേൾക്കാനൊന്നും അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഈ ഒരു ശൈലി ഇല്ല. ശരിക്കും വേറെ ഏതൊരു സിംഗറിനെ എടുത്താലും അങ്ങനൊരു ശൈലി ഇല്ല സത്യത്തിൽ. പീലീല ആണെങ്കിലും സുശീലാമ്മ ആണെങ്കിലും മാധുര്യമ്മ ആണെങ്കിലും അവരുടെയൊക്കെ പാട്ടുകൾ എടുത്താലും
വേറെ ആരും ഇത്തരത്തിലൊരു പാട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എനിക്കത് ഭയങ്കര കൗതുകമായി തോന്നിയിട്ടുണ്ട് ശരിക്കും. ജാനകിയമ്മ അത് എങ്ങനെ ഇപ്പം നമുക്ക് റെഫറൻസ് ഇപ്പം ഇന്നത്തെ എല്ലാ ഗായികമാർക്കും ഏത് ജോണറിലുള്ള പാട്ട് പാടണമെങ്കിലും യൂട്യൂബിൽ റെഫറൻസ് ഉണ്ട്. നമുക്കതെടുത്ത് ഈ ശൈലിയിൽ ഇന്ന പാട്ട് പാടിയാൽ പാടാം. ഇപ്പം എന്താ പറയുക, ഇപ്പം ദേവരാജ മാഷുടെ ഈ വിപ്ലവ ഗാനങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ നാടൻ പാട്ട് പോലെയുള്ള എന്തിനും ഏത് ജോണറിനും അതിന് നമുക്ക് റെഫറൻസ് ഉണ്ട്. യൂട്യൂബിൽ എല്ലാം അവൈലബിൾ ആണ്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ അവരങ്ങനെ ഒരു സംഭവം സ്വയം ഇൻവെന്റ് ചെയ്യാന്നിട്ട് അങ്ങനെ എന്ത് വാക്കാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് ഇങ്ങനെ പാടി ഇത്രയും മനോഹരാവുമെന്ന് അവരൊരു പക്ഷെ ഒന്നും ചിന്തിച്ച് ചെയ്യണതായിരിക്കില്ലേ. പക്ഷെ അത് അവരുടെ ഇൻബോൺ ആയിട്ടുള്ള കഴിവ്. SPB സാറ് പാടണത് ഞാൻ എപ്പോഴും ആലോചിക്കും. ജയേന്ദ്രൻ സാറ് പറയണത് TMS പാടുമ്പോൾ ഈ പറയണ ഞാൻ SPB സാറിനെയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. പക്ഷെ പിന്നെ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവണേ, ഈ പറയണ പോലെ TMS സാറും ശിവാജിക്ക് പാടുമ്പോൾ ഒരു ശൈലിയാണ്, അതേപോലെ തന്നെ അതെ TM സൗന്ദരരാജൻ സാർ, അതെ അങ്ങനെ പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ പോലെ ജയേന്ദ്രൻ സാറോടൊക്കെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടാട്ടോ. പണ്ട് ഞാൻ വിചാരിച്ചു ദാസേട്ടൻ എന്ന് ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ഇവളുടെയൊക്കെ ഒരു ജാട, ദാസേട്ടൻ ദാസാർ എന്ന് പറഞ്ഞ പോലെ വിചാരിച്ചു. ഇപ്പൊ നമ്മള് അതേ വൃത്തികേടാണോ അതുകൊണ്ടായിരിക്കും. നമുക്ക് മൂപ്പർക്ക് നമ്മളെ അറിയില്ലെങ്കിൽ നമുക്ക് അവരെ അറിയാം എന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാണത് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ അവരുടെ ഒരു ഇത് എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ TMS പാടുമ്പോൾ ഈ പറഞ്ഞ പോലെ ശിവാജി സാറിന് പാടുമ്പോൾ ഒരു ശൈലി, അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ വായിൽ എയർ പിടിച്ചിട്ട് പാടണ പോലെ അങ്ങനെ എങ്ങനെയാണ് അവർ ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ രജനി സാറിന് പാടുമ്പോൾ SPB സാറ് രജനി സാറിന് പാടുമ്പോൾ അത് വേറൊരു, നമുക്കത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പ്രഭുദേവയ്ക്ക് പാടുമ്പോൾ പ്രഭുവിന് പാടുമ്പോഴും അതേപോലെ രജനി സാറിന് പാടുമ്പോഴും അർജുൻ എന്ന് പറയുന്ന സിംഗറിന് പാടുമ്പോഴും ഒക്കെ എന്തോ ചെറിയ, അത് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്കത് സൽമാൻ ഖാന് വേണ്ടിയിട്ട് ഒരു സമയത്ത് ഒരുപാട് പാട്ടുകൾ അതെ അതാ ഞാൻ പറഞ്ഞ പാടുന്നത് പോലെ തന്നെ തോന്നും. അതാ ഞാൻ പറഞ്ഞത്, അത് എന്തോ ഒരു അത് എന്ത് ടെക്നിക്കാ യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്തോ ഒരു സംഭവം ചെയ്തിട്ട് നമുക്കത് കണ്ണടച്ച് കേട്ടാൽ ശരിക്കും ആ ആക്ടറിന്റെ മുഖം ഓർമ്മ വന്നിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഫിലിം ആയിരിക്കും. പക്ഷേ SPB സാറിന്റെ പാട്ട് നമ്മൾ കണ്ണടച്ചത് കേൾക്കുക, അത് ഇയാൾ ഇന്ന ആളായിരിക്കും ഈ പാട്ടിനെ അഭിനയിച്ചിരിക്കണേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നു. മലയാളത്തിലുണ്ട് കേട്ടോ. നസീർ സാറിന് ആക്ച്വലി യേശുദാസിന്റെ ഒരു പാട്ട് പാടുമ്പോ അദ്ദേഹത്തിന്റെ തന്നെ തോന്നും. ഇപ്പം MG ശ്രീകുമാർ ആണെങ്കിൽ ലാലേട്ടനെ വേണ്ടി പാടുമ്പോ ഒരു കാലത്ത് 80കളിലും 90കളുടെ തുടക്കത്തിലൊക്കെ ലാലേട്ടന്റെ ഒരു രീതിയിലൊക്കെ തോന്നും അല്ലെ. അതെ, പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് MG സാർ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് മോഹൻലാലിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ടില്ലേ നമ്മുടെ ജാനകിയമ്മ പാടിയ ആ ഒരു പാട്ടിന്റെ 4 വരി തീർച്ചയായിട്ടും പാടാം. അവിടുന്ന് ഞാൻ എപ്പോഴും താനെ തിരിഞ്ഞു മറിഞ്ഞു വേണം പാടാറുള്ളത്. ഇന്നൊരു മാറ്റം ആയിക്കോട്ടെ എന്നും കൂടി പക്ഷെ എനിക്ക് ആ പാട്ടിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് അന്ന് ഞാൻ അങ്ങനെ ഒരു നല്ല നല്ല വേദികളിൽ ഒരുപാട് പാടി തുടങ്ങിയിട്ടില്ലേ. അപ്പം അന്ന് എന്നെ സംബന്ധിച്ച് TDM ഹാളിൽ നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ പാടി ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പം അന്നൊക്കെ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ പാട്ട് പഠിച്ചിരുന്നത്. എന്താ വെച്ചാൽ അന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ അടിച്ചു വാരുക തുടയ്ക്കുക ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ഇതിങ്ങനെ ഈ ചെവിയിൽ വെച്ച് കേട്ട് അങ്ങനെ, പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിൽ ലൂപ്പിലിട്ടിട്ട് ഓരോ സംഗതിയും അങ്ങനെ പഠിച്ചിരുന്നു അന്നൊക്കെ. ഇപ്പൊ പിന്നെ നമുക്കത് മനസ്സിലായി. അന്നത് അറിയില്ല, ഇതെങ്ങനെ പഠിക്കണ്ടേ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അന്ന് അങ്ങനെ കുറേ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കിട്ടണേന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴും കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തിട്ടല്ല സത്യത്തിൽ മുന്നോട്ട് പോണേ, അന്നത്തെ ഒരു പ്രാക്ടീസിന്റെ ബലത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പാട്ട് പാടാം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം,
വെളിയിൽ വരാനെന്തൊരു നാണം. എനിക്കിപ്പോഴും പാടുമ്പോൾ നമ്മൾ പാടുകയാണെങ്കിലും ജാനകിയമ്മയുടെയാണ് നമ്മുടെ ചെവിയിൽ കേൾക്കുക. കാരണം ആ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം എന്ന് പറയുമ്പോൾ അവർ പറയുമ്പോൾ തന്നെ ഒരു ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുക നാണം. ഭയങ്കര എനിക്ക് ഒരു എന്താ പറയുക, പറയുമ്പോഴും രോമാഞ്ചം വരണേ. ചിത്ര മുമ്പേ പറഞ്ഞ പോലെ ഈ ഓൾഡ് ഈസ് ഗോൾഡ് അല്ലെങ്കിൽ പഴയകാല ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നത് ദേവരാജൻ മാസ്റ്ററുടെയും അതെ, ബാബുക്കാരുടെയും കുറച്ച് പ്രായമായ ആളുകളുടെ ഒക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ അല്ലേ അതെ അതെ തോന്നാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് പുതിയ ആൾക്കാർ, ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ അവര് കേൾക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചല്ല, ജോൺസൺ മാസ്റ്ററിന്റെയും അതെ, രവീന്ദ്രൻ മാസ്റ്ററിന്റെയും ഒക്കെയാണ് അവരുടെ തീർച്ചയായിട്ടും അതെ 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 പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇപ്പൊ നമുക്ക് കാണാറുണ്ട് ഒരുപാട് ആൾക്കാർ ഈ പ്രത്യേകിച്ച് കവർ സോങ്സ് ഒക്കെ പാടുമ്പോൾ ജോൺസൺ മാസ്റ്ററിന്റെയും രവീന്ദ്രൻ മാസ്റ്ററിന്റെയും വിദ്യാസാഗറിന്റെയും ഒക്കെ പാട്ടുകളാണ് കൂടുതലും. അതെ 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 ജോൺസൺ മാസ്റ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരു ദിവസം തീരാത്ത അത്രയും കഥകളുണ്ട് പറയാനുണ്ടാവും. അതെ, അപ്പൊ ഇതൊക്കെ ജോൺസൺ മാസ്റ്ററിന്റെ ഏത് പാട്ടാണ് ഇഷ്ടം? എനിക്ക് എല്ലാ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് ജോൺസൺ മാസ്റ്ററിന്റെ മുഴുവൻ സിനിമകളും അതെ, എല്ലാ പാട്ടുകളും എല്ലാം ഒന്നിനൊന്ന് എന്താ പറയാ, നമുക്ക് മനസ്സിനെ ഭയങ്കരമായിട്ട് ഈ പറയണ പോലെയാണ്. ഇപ്പം ബാബുരാജിൻ്റെ പാട്ടുകൾ എന്ന് പറയണ പോലെ തന്നെ എല്ലാ ഒരു പല രീതിയിലുള്ളത് ജോൺസൺ മാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ പാട്ടുകൾ നമ്മുടെ മനസ്സിലെ എല്ലാ കാലത്തും വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ ഒരു ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണർത്തണ പാട്ടുകളാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പറയണ പോലെ അത് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് വീട്ടിൽ തല്ലുകൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ കരയാനും വയ്യ, ദുരഭിമാനം കൊണ്ട് കരയാനും വയ്യ, കരയാതിരിക്കാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ പാട്ടങ്ങോട്ട് പാടിയ സകല ഭാരം അതോടുകൂടി പോവും. അതൊരു പുതിയ അറിവാട്ടോ. അപ്പൊ ഞാനിനി അങ്ങനത്തെ സമയത്ത് ഈ ഒരു പാട്ട് ട്രൈ ചെയ്യാം. സത്യമായിട്ട് ഞാൻ അരുണേനോടോ അല്ലെങ്കിൽ അങ്ങനെ തല്ലുകൂടിയൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും ഭയങ്കര നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലും തല്ലുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആ ഒരു പ്രശ്നം കൂടെ സോൾവ് ആവാതെ നിൽക്കണ കുറച്ച് നേരം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു തോന്നലായിരിക്കാം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രായമാകും തോറും കരയാനൊക്കെ ഒരു മടി ഉണ്ടാവില്ല. മറ്റേ അണ പൊട്ടണ പോലെ കരഞ്ഞിരുന്നു ഒരു കാലത്ത്. പക്ഷെ പിന്നെ നമ്മളത് കൺട്രോൾ ചെയ്ത് പക്ഷെ ശരിക്കും അങ്ങനെ അങ്ങോട്ട് കരഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സങ്കടമൊക്കെ അപ്പം തീരും ശരിക്കും. അപ്പം അങ്ങനെ ചിത്ര ആ പാട്ടൊന്ന് പാടി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ആയിക്കോട്ടെ, പാടാം. അത് പാടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അനുപല്ലവിന്ന് തുടങ്ങണം എന്ന് തോന്നുന്നു. എന്നാലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ തോന്നുന്നു. അതിൻ്റെ പല്ലവി മാത്രം പാടിയിട്ട് ഒരു കാര്യമില്ല. അറിയാതെ അവിടും നിന്നടുത്തു വന്നു, അറിയാതെ തന്നെ എന്നകത്തു വന്നു. ആ ആ ആ അറിയാതെ അവിടും നിന്നടുത്തു വന്നു, അറിയാതെ തന്നെ എന്നകത്തു വന്നു. ജീവനിൽ സ്വപ്നങ്ങൾ വിരിച്ചിട്ട പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ. എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദനഗാനമൊന്നും കേട്ടില്ലല്ലോ. എനിക്ക് സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഈ വരികളൊക്കെ ആയതുകൊണ്ട് ആ പല്ലവി അങ്ങോട്ട് പാടുമ്പോഴേക്കും വളരെ സന്തോഷം. ഈ ചിത്ര ഈ സംഗീതത്തിന്റെ അഭിരുചിയൊക്കെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുക അല്ലേ?
നമുക്ക് ഒരു പാട്ടൊന്നും മുഴുവനായിട്ട് കേൾക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ കവർ സോങ്സ് ആണെങ്കിലും ഒക്കെ അനുപല്ലവിയിൽ നിന്ന് പാടി തുടങ്ങാം. അതെ. അപ്പൊ ആളുകൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ പാട്ടുകളുടെ ദൈർഘ്യം, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു റീമാസ്റ്റേർഡ് വേർഷൻ കേൾക്കാനാണ് താല്പര്യമുള്ളത്. അതെ. അപ്പൊ ചിത്ര ഇതൊക്കെ നോക്കി കാണാറുണ്ടോ? ഒരു ഗായിക എന്നുള്ള രീതിയിൽ ഈ മാറ്റങ്ങളൊക്കെ നോക്കാറുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? മാറ്റങ്ങളൊക്കെ നോക്കി കാണാറുണ്ട് കുറച്ചൊക്കെ. എനിക്ക് പക്ഷേ ചില പാട്ടുകൾ ചില ആളുകൾ ഈ പറയണ പോലെ കവർ വേർഷൻ ചെയ്യണത് കേട്ടത് ഭംഗിയായി തോന്നിയിട്ടുണ്ടെങ്കിലും അല്ലാത്തത് ഒരുപാടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സത്യത്തിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. അത് പക്ഷെ എല്ലാവരുടെയും അഭിപ്രായം ആയിക്കൊള്ളണം എന്നില്ല. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് എന്ന് പറയണ സംഗീത സംവിധായകൻ അല്ലെങ്കിൽ വരികൾ എഴുതിയ ആള്, അവർക്ക് പാട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൽ കുറേ സംഗതികൾ ചേർക്കാൻ അറിയാഞ്ഞിട്ടോ കുറേ സ്വരങ്ങൾ ചേർക്കാൻ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല അവരതൊന്നും ചെയ്യാത്തത്. പക്ഷേ ആ പാട്ടിന് അതിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ സിറ്റുവേഷന് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നറിയാവുന്ന, എന്താ പറയുക, അറിയാവുന്നതെന്നല്ല, കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് എൻ്റെ നല്ല വിശ്വാസം. ചില പാട്ടുകൾ അങ്ങനെ വളരെ കാതിന് ഇമ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പാട്ടുകൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് കൂടുതലായിട്ടും അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സത്യസന്ധമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് പറയാതെ വയ്യ. അപ്പൊ ഈ മാറിയ കാലത്തിനനുസരിച്ച് ഇപ്പൊ ചിത്രയ്ക്ക് ഏറ്റവും ഒടുവിൽ കേട്ട ഇപ്പം പുതിയ ചിത്രങ്ങളിൽ ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു പാട്ടുണ്ടോ? പുതിയ കാലത്ത് ഉള്ള പാട്ടുകളിൽ കുറേ പാട്ടുകൾ ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ കാത്തിരുന്ന് എന്നുള്ള ശ്രേയ ഘോഷാൽ പാടി. അതെ അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഒരു ഫിലിമിൻ്റെയും എല്ലാം അതിലുണ്ട് തോന്നുന്നു. ആ ഒരു അവരുടെ ഒരു എന്താ പറയുക, ഭയങ്കര സിൻസിയർ ആയിട്ടുള്ളൊരു പ്രണയത്തിൻ്റെ വാല്യൂവും, അതേപോലെ അവരുടെ ഈ പറഞ്ഞ പോലെ പാർവതിയും പൃഥ്വിരാജും അവർ അഭിനയിച്ചിരിക്കുന്നതാണെങ്കിലും എല്ലാം കൊണ്ടും മനസ്സ് നിറച്ചൊരു സിനിമയാണ് ശരിക്കും ഈ ഇന്ന് നിൻ്റെ മൊയ്തീൻ. അപ്പോൾ അതിലെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയണ പോലെ കാഞ്ചനമാല എന്ന് പറയണ ഒരു, ഈ മൊയ്തീനും കാഞ്ചനമാലയും എന്ന് പറയണ ഒരിക്കലും ഒന്ന് ചേരാതെ എന്നിട്ടും ഇന്നും പ്രണയം മനസ്സിൽ അതേപോലെ തന്നെ സൂക്ഷിച്ച് നടക്കുന്ന എന്താ പറയുക, കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോലല്ലോ ജീവിച്ചിരിപ്പുള്ള സത്യങ്ങളാണല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മനസ്സിനെ തട്ടിയ ഒരു പടമാണ്. അതേപോലെ തന്നെ ഈ പാട്ടും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം അത് പാടാം. കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി, വേനലിൽ ദളങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഓർത്തിരുന്ന് നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാളി നാളമായി നൂലു പോലെ നേർത്തു പോയി ചിരി മറന്നു പോയി. ഈ ഒരു സമയം, ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് വളരെ നന്ദി. ചിത്ര ഈ പറയുന്ന പോലെ ഒരു ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും സിനിമയിലാണെങ്കിലും സംഗീത സംവിധാനം ആണെങ്കിലും ഒരുപാട് ഉയരങ്ങളിൽ എത്തരട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്, ചിത്ര നമ്മുടെ ഒരു ഓണം എപ്പിസോഡിൽ ഒരു ചെറിയ പാട്ട് പാടിയിട്ടുണ്ട് എന്റെ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. ഞാനും തീർച്ചയായിട്ടും ഒരുപാട് എപ്പിസോഡ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ ഒരു ഇതിൽ എനിക്കും കൂടി ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഗായികയായ ചിത്ര അരുൺ പങ്കുവച്ച വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. 3500ഓളം ഡിവോഷണൽ ഗാനങ്ങളും
അതോടൊപ്പം തന്നെ സിനിമകളിലെ ഗാനങ്ങളും 4 പാട്ടുകൾക്ക് സംഗീത സംവിധാനവും ചിത്ര അരുൺ നിർവഹിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ പങ്കുവെക്കാവുന്നതാണ്. അതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.